പ്രിയമുള്ള സുഹൃത്തുക്കളെ, നാം ഇപ്പോൾ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. വളരെ ചൂടേറിയ പ്രചരണങ്ങൾ എല്ലാ ദേശങ്ങളിലും ഇപ്പോൾ നടക്കുകയാണ്. 140 നിയോജക മണ്ഡലങ്ങളിലും ഇപ്പോൾ വളരെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുകയാണ്. പല മുന്നണികൾ, 3 പ്രധാന മുന്നണികൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുകയാണ്. അവരുടെ ജയത്തിന് വേണ്ടി വീറും വാശിയോടും കൂടെ പോരാടുന്ന ഈ സന്ദർഭത്തിൽ എൻ്റെ ഹൃദയത്തിൽ തോന്നിയ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ സ്ഥാനാർത്ഥികൾ ഓരോ പാസ്റ്റർമാരുടെ അടുത്ത് വന്ന് തലവണക്കി നിൽക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതലും LDF UDF മുന്നണികളിലെ സ്ഥാനാർത്ഥികളാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടിട്ടുള്ളത്. BJPയുടെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു പാസ്റ്റർ LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ആ പ്രാർത്ഥന ദൈവം കേട്ടില്ല എങ്കിൽ, UDF ജയിച്ചെങ്കിൽ, അവിടെയുള്ള അല്ലെങ്കിൽ ആ സഭയിലുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട UDF ആ പാസ്റ്ററെക്കുറിച്ച് എന്ത് വിചാരിക്കും? അപ്പോൾ പ്രാർത്ഥിക്കുന്ന നല്ല കാര്യം തന്നെ, പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇട്ട് ഇങ്ങനെ പ്രസിദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്ക് ഒട്ടും യോജിപ്പില്ല. പ്രാർത്ഥന ദൈവത്തോടുള്ള അപേക്ഷയാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നിങ്ങൾ രഹസ്യത്തിൽ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഏതൊരു ആൾ വന്നാലും നമുക്ക് പ്രാർത്ഥിക്കാം, പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി രഹസ്യമായിട്ടങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെ. അത് ഫോട്ടോ എടുത്ത് പ്രസിദ്ധം ചെയ്ത് സോഷ്യൽ മീഡിയയിലിട്ട് അതിങ്ങനെ ഒരു തെറ്റായ വ്യാഖ്യാനത്തിലേക്ക് നടത്തുന്നത് ഉചിതമല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം? പ്രത്യേകിച്ച് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ 1 തിമോത്തിയോസ് അതിൻ്റെ 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത്, സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിനും വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്ക് വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം. അപ്പോൾ ആർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം? നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യയിലുള്ള പാർലമെൻറ്റ് മെമ്പേഴ്സ്, സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ, MLA മാർ, എല്ലാ സംസ്ഥാനങ്ങളും, എല്ലാ പഞ്ചായത്തുകൾ, കോർപ്പറേഷന് അതിൻ്റെ അധികാരത്തിലിരിക്കുന്നവർക്കെല്ലാം നല്ല ബുദ്ധിയോടും നീതിയോടും ന്യായത്തോടും കൂടെ അധികാരങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയും സത്യമായിട്ട് അവർ മറ്റുള്ളവരോട് പെരുമാറാൻ വേണ്ടിയും ന്യായമായിട്ടുള്ള ഒരു അധികാരം അല്ലെങ്കിൽ ഭരണം നടത്താൻ വേണ്ടിയും നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പക്ഷേ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രാർത്ഥനാ ജീവിതം ഇട്ട് അങ്ങനെയുള്ള പാസ്റ്റർമാരോട് എനിക്കത്ര യോജിപ്പില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആത്മീക മണ്ഡലത്തിലുള്ള നടപ്പിനോട് എനിക്കത്ര യോജിപ്പില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. പ്രൈസ് ലോർഡ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാമെന്ന് കർത്താവ് യേശു പറഞ്ഞതാണ്. അപ്പോൾ ആര് ഭാരം ചുമന്ന് വന്നാലും നമുക്ക് അവർക്ക് ആശ്വാസം കൊടുക്കാം. ഇലക്ഷൻ സമയത്ത് മാത്രമല്ല, ഏത് സമയത്തും ഈ ആൾക്കാർക്കെല്ലാം ഏത് പാസ്റ്റർമാരുടെ അടുത്തും ഏത് സഭകളുടെ അടുത്തും ചെന്ന് പ്രാർത്ഥിക്കാം. അവർക്ക് അവരുടെ ടെൻഷൻ ഒന്ന് ഈസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്കൊരു സമാധാനം ഉണ്ടാകാൻ. ഇപ്പോൾ ടെൻഷനാണ്, എല്ലാ സ്ഥാനാർത്ഥികൾക്കും ടെൻഷനാണ്. എല്ലാവരും എല്ലാ ദൈവങ്ങളുടെ അടുക്കും ചെന്ന് മനസ്സ് ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പം BJP അമ്പലങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പള്ളികളിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, മോസ്കുകളിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്.
LDFും UDFും എല്ലാ സ്ഥാനാർത്ഥികളും ഇങ്ങനെ ഓടി നടന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവം ആരുടെയൊക്കെ പക്ഷത്ത് നിൽക്കും, ആരുടെയൊക്കെ പ്രാർത്ഥന കേൾക്കും. ഒരേ ദൈവത്തിൻ്റെ അടുക്കൽ തന്നെ 3 പേരും ചെന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ആരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും? അപ്പോൾ ഇതൊക്കെ വലിയ വിരോധാഭാസമാണ്. അത് രസകരമായൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു പക്ഷവുമില്ല, ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവത്തിന്, വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവത്തിൻ്റെ മക്കൾക്കും എന്തില്ല? മുഖപക്ഷമില്ല. അപ്പോൾ മുഖപക്ഷം കാണിക്കുന്നത് ദൈവത്തിൻ്റെ രീതിയല്ല. ദൈവം ഏത് ജാതിയിൽപ്പെട്ടവനെയും സ്നേഹിക്കുന്നു. ദൈവത്തിന് മതമോ ജാതിയോ വർഗവ്യത്യാസമോ നിറവ്യത്യാസമോ സമ്പന്നനെന്നോ താഴ്ന്നവനെന്നോ അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാരനോ താഴ്ന്ന ജാതിക്കാരനോ ഇതൊന്നും ദൈവത്തിനില്ല. ഇതെല്ലാം മനുഷ്യനുണ്ടാക്കിയ സംവിധാനമാണ്. എല്ലാ മനുഷ്യൻ്റെയും ചോര അതിലുള്ള ഗ്രൂപ്പുകളെല്ലാം ഒന്ന് തന്നെ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും നിറം, രക്തത്തിൻ്റെ നിറം ചുവപ്പാണ്. അസ്ഥികളെയും മാംസപേശികളെയും സ്കിന്നിനെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഭയങ്കര അതിശയമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മളെപ്പോലെ രൂപസാദൃശ്യമുള്ളവർ വളരെ ചുരുക്കമാണ്. എന്ന് വെച്ചാൽ 850 കോടി ജനമുണ്ടെങ്കിൽ അതിൽ ഒരു 4-5 പേരായിരിക്കും ചിലപ്പോൾ നമ്മളുമായിട്ട് സാദൃശ്യമുള്ളവർ. അപ്പം അത്രയ്ക്ക് പെർഫെക്റ്റായിട്ടുള്ള മനുഷ്യൻ്റെ ക്രിയേഷനാണ് ദൈവത്തിന്. അതുകൊണ്ട് ബൈബിൾ പറയുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യനെ അനുഗ്രഹിച്ചു. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് രഹസ്യത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സമ്പ്രദായമാണ്. നമ്മൾ പ്രാർത്ഥിക്കണം. ഈ യേശുക്രിസ്തുവിന് 6 മാസം മുമ്പ് ജനിച്ച യോഹന്നാൻ സ്നാപകൻ രാജാവിനോട് ശക്തമായൊരു സന്ദേശം അയച്ചു. അപ്പം അന്നത്തെ കാലത്തെ രാജാവ് ഹെരോദാവായിരുന്നു. ഹെരോദാവ് ചെയ്ത ഒരു നീചപ്രവൃത്തി, ഒരു തെറ്റായ പ്രവൃത്തിയെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം യോഹന്നാൻ സ്നാപകനുണ്ടായിരുന്നു. യോഹന്നാൻ സ്നാപകൻ രാജാവിനോട് പറഞ്ഞു, രാജാവേ, നിൻ്റെ സഹോദരൻ്റെ ഭാര്യയെ നീ നിൻ്റെ സ്വന്തം ഭാര്യയെ പോലെ വെച്ച് കൊള്ളുന്നത് തെറ്റാണ്, അത് ദൈവത്തിന് നിരക്കാത്തതാണെന്ന് മുഖത്ത് നോക്കി പറയാനുള്ള ഒരു ആർജവം അല്ലെങ്കിൽ ഒരു ധൈര്യം യോഹന്നാൻ സ്നാപകനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാജാവിൻ്റെ പ്രീതിക്ക് വേണ്ടിയല്ല യോഹന്നാൻ സ്നാപകൻ അവിടെ ദൂത് വെളിപ്പെടുത്തി, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ കൂടുതലും ആൾക്കാർ രാജാവിനെ പ്രസാദിപ്പിക്കുവാൻ, രാജാവിൻ്റെ പ്രീതി നേടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അത് പ്രസിദ്ധം ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റ് റേറ്റ് കൂട്ടാൻ വേണ്ടി എന്തെല്ലാം തന്ത്രങ്ങളാണ്. ഇപ്പോൾ റിലയൻസും ടാറ്റായും ഗോദ്രേജും ഒക്കെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഒരുക്കുന്ന പോലെയാണ് സ്പിരിച്വൽ ഗോളത്തിൽ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ. അത് ശരിയായ പ്രവണതയാണോ എന്ന് നിങ്ങൾ തന്നെ വിചിന്തനം ചെയ്ത് നോക്കുക. ഇപ്പോൾ ഒരാൾ പ്രാർത്ഥനയ്ക്ക് സഭായോഗത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ചർച്ചിൽ വരുമ്പോൾ പൊതു മെസ്സേജ് വീഡിയോ റെക്കോർഡിങ് ചെയ്യുന്നല്ല, പക്ഷേ വരുന്ന ഓരോരുത്തരെയും അവരുടെ മുഖം വീഡിയോയിൽ ഒപ്പിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊടുത്ത് അതൊക്കെ അവരുടെ പ്രൈവസിയെ ചോദ്യം ചെയ്യുന്നതാണ്. നമ്മൾ ഒരു ആരാധനാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രാർത്ഥിക്കാൻ പോകുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അല്ലാതെ നമ്മൾ വീഡിയോയിൽ വരാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമ്മളെ പ്രസിദ്ധം ചെയ്യാൻ വേണ്ടിയോ ഒന്നും അല്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ആരാധനയിൽ സംബന്ധിക്കുന്നവരുടെയൊക്കെ മുഖമൊക്കെ വീഡിയോയിൽ ഒപ്പിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ആ പ്രാസംഗികൻ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വീഡിയോയിലെടുത്ത് പ്രസംഗം ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി അത് നല്ല കാര്യം. പക്ഷേ ഇങ്ങനെ ഓഡിയൻസിനെയും എടുത്ത് ഓഡിയൻസിൻ്റെ മുഖഭാവങ്ങളും എടുത്ത് കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ നിൽക്കുന്ന ആടുകളുടെ മുഖമെടുക്കുന്ന പോലെ എന്ത് ചെയ്താലും പാവപ്പെട്ടവരായ ദൈവമക്കൾ സഹിച്ചാലേ പറ്റൂ. നോക്കണം, ഇവിടെ യോഹന്നാൻ സ്നാപകൻ
ആർജവത്തോടു കൂടി പറഞ്ഞ നിമിത്തം അവിടെ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അതിൻ്റെ 6 മുതൽ വാക്യങ്ങൾ, എന്നാൽ ഹെരോദാവിൻ്റെ ജന്മദിവസമായപ്പോൾ ഹെരോദിയുടെ മകൾ സഭാമധ്യയെ നൃത്തം ചെയ്ത് ഹെരോദാവിനെ പ്രസാദിപ്പിച്ചു. അതുകൊണ്ട് എന്ത് ചോദിച്ചാലും അവൾക്ക് കൊടുക്കുമെന്ന് അവൻ സത്യം ചെയ്ത് വാക്കുകൊടുത്തു. അവൾ അമ്മയുടെ ഉപദേശപ്രകാരം യോഹന്നാൻ സ്നാപകൻ്റെ തല ഒരു താലത്തിൽ തരണമെന്ന് പറഞ്ഞു. രാജാവ് ദുഃഖിച്ചുവെങ്കിലും ചെയ്ത സത്യത്തെയും വിരുന്നുകാരെയും വിചാരിച്ചത് കൊടുക്കുവാൻ കൽപ്പിച്ചു. ആളയച്ച തടവിൽ യോഹന്നാനെ ശിരച്ഛേദം ചെയ്യിച്ചു. അവൻ്റെ തല ഒരു താലത്തിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു. അവൾ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര ശോചനീയമാണ് യോഹന്നാൻ സ്നാപകൻ്റെ അവസ്ഥ. സത്യം പറഞ്ഞ നിമിത്തം തല പോയി. സത്യം പറയാൻ എത്ര പേർക്ക് ആർജവമുണ്ട്? മുഖത്ത് നോക്കി സത്യം പറയാൻ വളരെ വിരളമായിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. എല്ലാവരെയും പോഷിപ്പിച്ച്, എല്ലാവരെയും സുഖിപ്പിച്ച്, എല്ലാവരെയും തൃപ്തിപ്പെടുത്തി വിടുന്ന ആൾക്കാരാണ് കൂടുതലും. എന്നാൽ സത്യമായി തിരുവചനം പ്രസംഗിക്കുന്ന വളരെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. പ്രസിദ്ധിക്ക് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഉന്നതിക്ക് വേണ്ടിയോ ഒന്നും അല്ലാതെ കർത്താവിന് വേണ്ടി പ്രസംഗിക്കുവാൻ, കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ നാം ഈ ദിവസങ്ങൾ തയ്യാറാകട്ടെ. നമ്മുടെ പണസമ്പാദനത്തിന്, ഞാൻ ഈ യൂട്യൂബിൽ ഇതിടുന്ന പണസമ്പാദനത്തിനല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചിലപ്പം 50 പേരായിരിക്കും ഇത് കാണുന്നത്, ചിലപ്പോൾ 100 പേരായിരിക്കും, ചിലപ്പോൾ 500 പേരായിരിക്കും. വാട്ട് എവർ ഇറ്റ് മേ, അതൊരു വിഷയമല്ല. ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഈ യൂട്യൂബിൽ എഴുതുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, നമ്മുടെ ചിന്താഗതി എങ്ങനെയായിരിക്കണം? ആ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ല നമ്മുടെ ചിന്താഗതി പോകേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മുടെ ചിന്താഗതി മൂവ് ചെയ്യേണ്ടത്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്: ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. അപ്പോൾ ലോകത്തിൽ വലിയവനാകാൻ വേണ്ടിയൊന്നും അല്ല നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത്, ലോകത്തിൽ പ്രസിദ്ധി ചെയ്യാൻ വേണ്ടിയുമല്ല. ലോകത്തെ, അവിടെ എഴുതിയിരിക്കുന്ന ഏതാണ്? ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. 16-ാം വാക്യം: ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്ന് അത്രയാകുന്നു. 17-ാം വാക്യം: ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എന്നേക്കും ഇരിക്കുന്നത്. 1 യോഹന്നാൻ 4:4 പറയുന്നു: കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചും ഇരിക്കുന്നു. ലോകത്തെയും ലോകത്തിൻ്റെ ആത്മാവിനെയും ജയിച്ചിരിക്കുന്ന കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. നിങ്ങളിലുള്ളവൻ എന്ന് വെച്ചാൽ ഒരാൾ ക്രിസ്തുവിലായാൽ അയാളുടെ പ്രത്യേകത, അയാൾ BJP-കാരനല്ല, LDF-കാരനല്ല, UDF-കാരനല്ല, അവൻ ദൈവത്തിൻ്റെ വകയാണ്. അപ്പം ദൈവത്തിന് ഈ പാർട്ടികളൊന്നും വിഷയമല്ല. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വോട്ട് ചെയ്യണം. അത് മനസാക്ഷിക്ക് അനുസരിച്ച് വോട്ട് ചെയ്യുക. അപ്പോൾ അവിടെ പറയുന്നു, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അപ്പോൾ വന്നവരെക്കാട്ടിൽ, നമുക്ക് വോട്ട് തേടി വന്നവനെക്കാട്ടിൽ, അല്ലെങ്കിൽ ലോകത്തിൽ വലിയ ഒരാളായി പ്രസിദ്ധി ആർജിച്ച് നിൽക്കുന്നതിനെക്കാട്ടിൽ പരിശുദ്ധാത്മാവ് ഒരാളിലുണ്ടെങ്കിൽ അവനാണ് വലിയവൻ. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ വേണ്ടി ദൈവത്തിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനെയുള്ള വിവാദങ്ങളിൽ നിന്ന് ദൈവമക്കൾ ഒഴിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാം. ഞാൻ എൻ്റെ ചിന്തയിൽ വന്നതായ ഈ ചെറിയ ഒരു ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഈ ചിന്തയുടെ ആകെത്തുക ഇതാണ്: ലോകത്തിൽ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളതിനെക്കാട്ടിൽ വലിയവൻ. ഈ ചിന്തയുടെ ഏറ്റവും മുഖ്യമായ സന്ദേശം, നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനെക്കാട്ടിൽ വലിയവൻ. ലോകത്തിൽ ഏത് രാഷ്ട്രീയക്കാരനെക്കാട്ടിൽ, ഏത് മന്ത്രിയെക്കാട്ടിൽ, ഏത്
പ്രസിഡന്റിനെക്കാട്ടിൽ വലിയവനാണ് നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിന് ദുഃഖം വരുന്നതായ ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. മുഖപക്ഷം കാണിക്കുന്ന ഒരു കാര്യവും നാം ചെയ്യരുത്. നമുക്ക് എന്നാണ് എൻ്റെ എളിയ ഒരു ആലോചന. കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ഒരു ആലോചന ഇതാണ്. ഞാൻ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടാവുന്നതാണ്. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആയതിനാൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മനസാക്ഷിക്ക് ദൈവത്തോട് ചോദിക്കാതെ ആർക്ക് വോട്ട് ചെയ്യണം, ആർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം, എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇട്ട് തെറ്റായ ഒരു പ്രവണത കാണിക്കരുതെന്നാണ് എൻ്റെ ചെറിയ എളിയ ഒരു ഉപദേശം. കാരണം ഒരു LDFകാരന് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചാൽ UDFകാരൻ വിഷമിക്കും. അപ്പോൾ LDFകാരന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവരുടെ ജയിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ UDF സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും വിഷമിക്കും, BJPക്കാരനും വിഷമിക്കും. ഇനിയും BJPക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചാൽ LDFകാരനും UDFകാരനും വിഷമിക്കും. ഇപ്പോൾ ആരെയും വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. LDFും UDFും BJPയും എല്ലാം ഈ ഭൂമിയിലെ സംവിധാനങ്ങൾ, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ചില സംവിധാനങ്ങളായതെല്ലാം ഈ ഭൂമിയെ ഭരിക്കാൻ അല്ലെങ്കിൽ നടത്താൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ചെറിയ സംവിധാനങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ആരുടെയും പക്ഷം പിടിക്കേണ്ട. അവരെല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ദൈവം തീരുമാനിക്കും ആര് ജയിക്കണം. അത് ദൈവത്തിൻ്റെ കയ്യിലാണ്. എല്ലാ സിംഹാസനങ്ങളും എല്ലാ കർത്തൃത്വങ്ങളും എല്ലാ വാഴ്ചകളും എല്ലാ അധികാരങ്ങളും യേശുക്രിസ്തു മുഖാന്തരമാണ് ഉടലെടുക്കുന്നതെന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ അധികാരങ്ങളും ആര് ഭരണത്തിൽ കയറിയാലും അത് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ആര് വരണമെന്ന്, ആര് കേരളം ഭരിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അത് ഉറപ്പായിട്ട് നടപ്പിലാക്കും. നമ്മൾ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും അത് കർത്താവ് തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് പ്രാർത്ഥിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.